നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയാഴ്ച, കലയരങ്ങിൻ്റെ ദിവസം. ഓണക്കാലമായതുകൊണ്ട് നമുക്കിപ്പോൾ പാചകത്തിനൊക്കെ ധാരാളം വിഭവങ്ങളുണ്ടല്ലോ. കാളൻ, എരിശ്ശേരി, പുളിശ്ശേരി, കൂട്ടുകറി, പപ്പടം, പഴം, പഞ്ചസാര, പലതരം പ്രഥമനുകൾ എന്തോ വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കണു, എന്ത് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. ഇതിൽ നിന്ന് അതുപോലെ നാലൂട്ടം ഉപ്പിലിട്ടത്, നാലൂട്ടം കൂട്ടുകൾ, നാലും വെച്ച് സദ്യ, അങ്ങനെയൊക്കെ കിട്ടണം. എൻ്റെ ഭവനത്തിൽ ഓണക്കാലത്ത് സാധാരണയായിട്ട് അല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കും കേട്ടോ, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും നിർബന്ധമായിട്ടും ഓണത്തിന് 4 കൂട്ടം ഉപ്പിലിട്ടതുണ്ടായിരിക്കും. അതിലൊന്ന് ഇഞ്ചിത്തൈരാണ്. 1000 കറി. നമ്മൾ വരരുചിയുടെ കഥയിൽ പറഞ്ഞല്ലേ, എനിക്ക് 1000 കറി കൂട്ടി ഉണ്ണണമെന്ന് പറഞ്ഞപ്പോൾ പഞ്ചമി മേടിച്ചൊന്നുമില്ല. 1000 കറി എന്ന് പറഞ്ഞാൽ ഇഞ്ചി കറിയാണെന്ന് മനസ്സിലായി. ഇഞ്ചിത്തൈര് എന്ന് പറയും നമ്മൾ. ഇഞ്ചിത്തൈരായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പം അത് നിർബന്ധമായിട്ട് ആദ്യം വിളമ്പേണ്ടത്, ഒരു സദ്യയ്ക്ക് ആദ്യം വിളമ്പുന്ന വിഭവം ഇഞ്ചിത്തൈര്. അതിനൊരു സ്ഥാനമൊക്കെ ഉണ്ട് കേട്ടോ വിളമ്പാനായിട്ട്, ഇഞ്ചിത്തൈര്. പിന്നെ ഒന്ന് മാങ്ങ കൊണ്ടൊരു മാങ്ങാക്കറി. എൻ്റെ ഭവനത്തിൽ മാങ്ങ ഒക്കെ ഉണ്ടാവണ കാലത്ത് കണ്ണിമാങ്ങയൊക്കെ പറിച്ച് കൂട്ടിയിട്ട്, കണ്ണിമാങ്ങ കൂട്ടിയിട്ട് കറി വെച്ചാൽ അത് ആ ഭരണി, കണ്ണിമാങ്ങ ഭരണി തുറക്കുന്നത് ഓണത്തിന് കണ്ണിമാങ്ങ വിളമ്പാനായിട്ടാണ്. അപ്പോൾ ഒരു ഉപ്പിലിട്ടത്, ഇഞ്ചിത്തൈര്, കണ്ണിമാങ്ങ, പിന്നെ ഇത് കൂടാതെ കണ്ട് പുളിയിഞ്ചി ഇല്ലാത്ത സദ്യ ഉണ്ടോ? അത് ഒരു ഉപ്പിലിട്ടതാണ്. പിന്നെ ഇത് കൂടാതെ നിർബന്ധമായിട്ട് ഉണ്ടാകുന്ന സദ്യയ്ക്ക് എന്താ പറയണ്ടേ, ഏതൊരു കറികളെയും വെല്ലുവിളിക്കുന്ന, അതിൻ്റെ സ്വാദിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഉപ്പിലിട്ടതായിട്ട് കറിയായിട്ടുള്ളതാണ് കറി നാരങ്ങ. ഈ കറി നാരങ്ങ ഓണത്തിനൊരു പ്രത്യേക തരത്തിലാണ് ഉണ്ടാക്കുക. കറി നാരങ്ങ അതിന് എൻ്റെ ഭവനത്തിൽ, കുട്ടിക്കാലത്ത് എൻ്റെ ഭവനത്തിലും അതേ, ഞാൻ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെ അത് പറയുന്നത് വെള്ള നാരങ്ങ എന്നാണ് പറയുക. നാരങ്ങാക്കറി, അത് വെള്ള നാരങ്ങാക്കറി. അത് വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. കറി നാരങ്ങ ഞാൻ വാങ്ങിക്കുക, അങ്ങോട്ട് കഴുകുക, കീറുക, പല തവണയായിട്ട് അങ്ങോട്ട് കീറുക, അത് കഴിഞ്ഞ് കുരുവൊക്കെ അങ്ങോട്ട് കളയുക. എന്നിട്ട് ഇങ്ങനെ കീറി ചെറിയ ഇതുകളായിട്ട് അരിയുക, നൈസായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നൈസായിട്ട് അങ്ങ് അരിയുക. ഇഞ്ചിയൊക്കെ ഇട്ട് ചുരണ്ട സ്ഥലമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് കഴുകുക. കുരുകുര കീറി കുരുകുര അങ്ങ് അരിഞ്ഞിടുക. ഈ നാരങ്ങയിലേക്ക് അങ്ങോട്ട് അരിഞ്ഞിടുക. പിന്നെ പച്ചമുളക്, കഴിയുമെങ്കിൽ വെളുത്ത നിറത്തിലുള്ള കാന്താരി മുളക്, ഇത്ര നീട്ടേ ഉള്ളൂ. കാന്താരി ശരിയായ പച്ചക്കാന്താരിയേക്കാൾ വലുവാണ്, എന്നാൽ പച്ചമുളകിൻ്റെ അത്രയ്ക്ക് നീളം ഉണ്ടാവില്ല. വെള്ള കാന്താരി എന്നാണ് അതിന് പറയുക. ആ വെള്ള കാന്താരി ഒരെണ്ണത്തിലെടുത്തിട്ട് ഒരു 4 പീസാക്കുക. നൈസായിട്ടാണ് 3-4 പീസായിട്ടാണ് ഇതുകൊണ്ട് മുറിച്ചത്. ഞെട്ടുകളയും. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് അങ്ങോട്ട് ഇളക്കും. എന്നിട്ട് ആകെ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയിട്ട് ആ അമ്മമാരുടെ കയ്യിനില്ലേ ഒരു കണക്ക്, അതനുസരിച്ച് അതിൽ ഉപ്പ്. ഇത്രയേ ഉള്ളൂ. നാരങ്ങ, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത് എല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് ഇങ്ങനെ പൊത്തി വയ്ക്കും. ഒരു 3 ദിവസം പുറത്ത് തന്നെ വയ്ക്കും. ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അവിടെ ഇരുന്ന് മരവിക്കുള്ളൂ കേട്ടോ. കറി പാകാവൊന്നുമില്ല. കറി പാകമാവണമെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും അത് പുറത്തിരിക്കണം. ദിവസം ഒന്ന് സ്പൂണിട്ട് ഇളക്കി അടച്ചവിടെ വയ്ക്കുക. ഇച്ചേ പൂച്ചയൊന്നും കയറരുത് കേട്ടോ, അത് പറഞ്ഞേക്കാം. അടച്ചവിടെ വയ്ക്കുക. അങ്ങനെയുള്ള കറിയാണ് തിരുവോണത്തിന് വിളമ്പുന്ന 4ാമത്തെ. 4 ഉപ്പിലിട്ടതുകളിൽ 4 ഇപ്പോഴത്തെ കുട്ടികൾ പറയണ പോലെയാണെങ്കിൽ അച്ചാറുകൾ. അതിൽ 4 അച്ചാറുകളിൽ ഒന്ന് കറി നാരങ്ങയാണ്. വെള്ള നാരങ്ങ കറി എന്നാണ് അതിന് പറയുക. ഞാൻ ഇന്ന് പാചകവീഥിയിൽ പ്രദർശിപ്പിക്കുന്നത്, പത്രം ഉണ്ടാക്കാനൊന്നും പറയാനില്ലല്ലോ, എന്നാലും നല്ല സ്വാദുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്, അതും പറയാം.
ഒന്നും വേണ്ട വിഭവങ്ങൾ തന്നെ ഇതിൽ ഇരുന്നിട്ട് അതങ്ങോട്ട് പാകം വന്ന് ചെറിയൊരു വിധത്തിലുള്ള വെള്ളം ഉണ്ടാകും. എന്നാൽ അത്ര വെള്ളമൊന്നുമില്ല. നാരങ്ങ അസലായിട്ട് പാകാവും. ഇലയിൽ അങ്ങോട്ട് വിളമ്പുമ്പോൾ പച്ചമുളകൊന്നും അങ്ങോട്ട് പാകമായിട്ട് ഉപ്പും പുളിയും പിടിച്ചിട്ടുണ്ടാകും. നാരങ്ങയിലാണെങ്കിൽ ഉപ്പും മുളകും പിടിച്ചിട്ടുണ്ടാകും. ഇഞ്ചി കഷ്ണം ഒരെണ്ണം കടിക്കുമ്പോൾ ഉപ്പുമുണ്ട്, മുളകുമുണ്ട്, പുളിയുണ്ട്, ഇഞ്ചിയുടേതായ ഒരു എരിവുമുണ്ട്. അതൊരു പ്രത്യേക സ്വാദാണേ. ആ കറിനാരങ്ങയാണ് ഞാൻ ഇന്ന് ഓണത്തിന് നിർബന്ധമായും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കറിനാരങ്ങ കൊണ്ടുള്ള വെള്ള നാരങ്ങ കറി. ആ കറിയാണ് ഞാൻ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ഇതാ കണ്ടോളൂ. ഇതിൻ്റെ നടുക്ക് ഞാനൊരു ക്യാരറ്റ് എടുത്ത് ഈ പാത്രത്തിലേക്ക് ആക്കി വെച്ചു. ഉണ്ടാക്കി വെച്ചിട്ട് 3-4 ദിവസമായി. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടി ഈ പാത്രത്തിലേക്ക് ആക്കിയതാ. അല്ല, ഒരു ക്യാരറ്റ് എടുത്തിട്ട് കുരുകുരി അങ്ങോട്ട് കീറി അതിനെ നടുക്കൊന്നങ്ങോട്ട് പൂഴ്ത്തി താഴ്ത്തി വെച്ചു. ഒരു കറിവേപ്പിൻ്റെ ഇതിലോട്ട് എന്തെങ്കിലും ഒരു അലങ്കാരം വേണ്ടേ നമ്മുടെ വിഭവത്തിന്. ഇതാണ് കറിനാരങ്ങ കൊണ്ടുണ്ടാക്കുന്ന വെള്ള നാരങ്ങ. ഇതിനെന്താ ഞാൻ പേരിടുന്നത്? കറിനാരങ്ങ, വെള്ള നാരങ്ങ, വെളുത്ത നിറത്തിലുള്ള കറിനാരങ്ങ. നാരങ്ങാക്കറി വെളുത്ത നാരങ്ങാക്കറി എന്ത് വേണമെങ്കിൽ ഇടാം. അപ്പം തോന്നൊരു പേര് അങ്ങോട്ട് പറയും. സാധനം മനസ്സിലായല്ലോ. കറിനാരങ്ങ, ഇഞ്ചി, ഉപ്പ്, മുളക്, ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി ചേർത്ത് ഇളക്കി വെച്ചു. ഇതൊരു ഓണത്തിന് നിർബന്ധമായുമുള്ളൊരു വിഭവമാണ്. ഈ നാരങ്ങാക്കറി നിങ്ങൾ ധാരാളം പേരുണ്ടാക്കിയിട്ടുണ്ടാവും. ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കണം. എല്ലാവർക്കും നന്ദി. കറിനാരങ്ങ ഉണ്ടാക്കണല്ലോ, നല്ല സ്വാദാണ്. ഒരു കഷ്ണത്ത് കഴിച്ചു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി, ഓണാശംസകൾ.